സാന്നിധ്യമുണ്ട്. അപ്പം ആദ്യം തന്നെ ഒരു സിനിമയുടെ ഒരു കഥ വരുമ്പം ജിസ് ആസിഫിനോടാണോ ഷെയർ ചെയ്യുന്നത്, അതോ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നതെന്നുള്ള മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോൾ ഒരു നല്ല കഥ കേൾക്കുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ ചെയ്തേക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ അതിനെപ്പറ്റി എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇപ്പൊ ഞാൻ അറിയാതെ ഇത് വേറെ ആരോടെങ്കിലും പറയാറുണ്ടോ? അവര് നോ പറഞ്ഞതിന് ശേഷമാണോ എന്നോട് തന്നെയാണോ ഇത് ആദ്യം പറയുന്നത്? ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് ഞാൻ പറയുന്നത്. പറയാൻ വേണ്ടി ദുബായ് കാര്യം എല്ലാവരുടെയും വിചാരം ഞങ്ങൾ ജിസിനൊരു ഐഡിയ വരുന്നു, മറ്റേ കിട്ടി എന്ന് പറഞ്ഞ് ജിസ് ഓടി എന്റെ വീട്ടിലേക്ക് വരുന്നു എന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷെ എനിക്ക് അതിലൊരു സംശയമുണ്ട്. പല സ്ഥലങ്ങളിലും പോയിട്ട് വർക്കാവാത്തതാണോ എന്നാലേ ഇന്ന് പറ എന്നോട്. ജിസ് ഞങ്ങൾ ഒരുപാട് സമയം ഒരുമിച്ച് ചെലവഴിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഒരുമിച്ചുണ്ടാകുന്ന സമയങ്ങളിലൊക്കെ സിനിമ വളരെ കുറച്ച് സംസാരിക്കാറുള്ളൂ എങ്കിൽ പോലും ഐഡിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ സംസാരിച്ച് പല സിനിമകളും ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനം എടുത്ത് ചിലത് ചെയ്തിട്ടുണ്ട്, ചിലത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് തോന്നുന്ന സിനിമകളാണ് ജിസ് ഉറപ്പായിട്ടും എന്റെ അടുത്തേക്ക് തരുന്നത്. പിന്നെ എനിക്കതൊരു ജിസ് എന്തായാലും ഈ തലവൻ പറയാൻ വരുമ്പോഴും ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് മലയാളികൾ എല്ലാരെയും പോലെ ഒരു ഫീൽ ഗുഡ് സിനിമയുടെ കഥ പറയാനായിരിക്കും, ഒരു കുടുംബത്തിന്റെ തലവനായിരിക്കും, കുടുംബനാഥനായ ബിജു മേനോനും ചിലപ്പോ സഹോദരനായ ആസിഫ് അലിയുമായാലും. ഞാനൊരു ഷൂട്ട് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് എന്റെ ഹോട്ടൽ റൂമിൽ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ജിസ്, ഞാൻ പാക്കപ്പായി വരുമ്പോൾ ഒരു 10 മണിയായി. പിന്നെ വന്ന് ഞങ്ങൾ രാത്രി മുഴുവൻ ഇരുന്നിട്ട് ഇതിന്റെ കഥ കേൾക്കുന്നത്. അപ്പൊ കേട്ട് കഴിഞ്ഞപ്പോ ഞാനും ഭയങ്കര അത്ഭുതത്തോടെയാണ് ഇരുന്നത്. ജിസിന്റെ അടുത്ത് ഞാൻ പ്രതീക്ഷിച്ച ഒരു ഫോർമാറ്റേ അല്ലായിരുന്നു ഇതിന്റെ. തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡാണ്, അല്ലെങ്കിൽ ഒന്നും പറഞ്ഞില്ല, ഒരു ഐഡിയ ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് എവിടെയാണ് ലൈറ്റർ മൊമെന്റ് എന്നുള്ളത് പ്രതീക്ഷിച്ചിരിക്കും. അത് പക്ഷെ നറേഷൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ട്രാക്കിലേക്ക് കയറി ഞങ്ങൾ എല്ലാവരും ഒറ്റ ഇരിപ്പിന്. സാധാരണ നമ്മള് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഒരു കുറച്ചേരം ബ്രേക്ക് എടുക്കാം എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇത് അതൊന്നും ഇല്ലാതെ ഞങ്ങൾ ഒരൊറ്റ ഇരിപ്പിന് ഏകദേശം ഒരു 3-3.5 മണിക്കൂർ ഇരുന്നാണ് ഇത് ഡിസ്കസ് ചെയ്ത് ഇത് ചെയ്യാം എന്ന് തീരുമാനിച്ചത്. അപ്പോഴും ഇതിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ചെയ്യാം എന്ന് തീരുമാനിച്ച സ്ക്രിപ്റ്റിൽ നിന്ന് ഏകദേശം ഒരു 60% മാറ്റിയ സിനിമയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അത് എനിക്കൊന്ന് സ്ക്രിപ്റ്റ്, അതായത് ലൂപ്പ് ഹോൾസ് അടയ്ക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടാണ്. കാരണം ഇങ്ങനെയുള്ള സിനിമ ചെയ്യുമ്പോൾ നമ്മള് പ്രേക്ഷകൻ ചോദ്യവുമായിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകാൻ പാടില്ലല്ലോ. കാർത്തിക്കിൽ എക്സൈറ്റ് ചെയ്ത കാര്യം എന്താണ്? ലൈക് കാർത്തിക് ആയിരിക്കും. എനിക്ക് കാർത്തിക്കിനേക്കാളും എക്സൈറ്റിംഗ് ആയത് ഇതിന്റെ സ്ക്രീൻ പ്ലേ ആയിരുന്നു. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു എഡ്ജ് ഓഫ് ദി സീറ്റ് എക്സ്പീരിയൻസ് കിട്ടുന്ന, നമ്മളിങ്ങനെ ആവേശത്തോടെ അവസാനം വരെ പല ആളുകളെയും നമ്മൾ ഗസ്. ഇപ്പം ഞങ്ങൾ ഈ സിനിമയുടെ സക്സസിന്റെ ഭാഗമായിട്ട് തിയേറ്റർ വിസിറ്റ്സ് നടത്തുമ്പോൾ നമ്മൾ കണ്ട ഒരു അവിടുത്തെ ഈ ക്യാൻറ്റീനിലെ ആൾക്കാരുണ്ടല്ലോ, പോപ്കോൺ പപ്സ്, അവര് പറയുന്നത് സാർ ഇന്റർവെല്ലിന് ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല, അകത്തിരുന്നിട്ട് ഇത് ആരാ ചെയ്തതെന്ന് ഗസ് ചെയ്യുന്ന ഒരു ഗെയിം ഓഫ് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഇന്റർവെൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ക്രീൻ പ്ലേ തന്നെയാണ് എന്നെ അട്രാക്ട് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പോ ജോൺ പറഞ്ഞ പോലെ ഈ കുറ്റവും ശിക്ഷയും ചെയ്തു, കൂമൻ ചെയ്തു. ഒരു പോലീസ് വേഷം തന്നെ ചെയ്യാൻ ഭയങ്കര പേടിച്ചിട്ടാണ് ഞാൻ ഒരുപാട് നാള് പോലീസ് വേഷം ചെയ്യാതിരുന്നത്. ഇപ്പൊ 2 പോലീസ് വേഷം ചെയ്തു. അത് രണ്ടും 2 തരത്തിലുള്ളതാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു. അത് കഴിഞ്ഞ് 3ാമതൊരെണ്ണം കൂടെ ചെയ്യാനുള്ള സ്റ്റോക്ക് എന്റെ കയ്യിലുണ്ടോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ സ്ക്രിപ്റ്റിൽ, ആ സ്ക്രീൻ പ്ലേയിൽ കാർത്തിക് എന്താണെന്നുള്ളതും കാർത്തിക്കിന്റെ മാനറിസംസും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ പണി കുറച്ച് കുറവായിരുന്നു. അത് കൃത്യമായിട്ട് സിനിമയിൽ നമ്മളിപ്പം കാർത്തിക് എന്ന് പറയുന്ന ക്യാരക്ടർ വരുമ്പോഴും ബിജു മേനോൻ എന്ന് പറയുന്ന ക്യാരക്ടർ വരുമ്പോൾ ആദ്യത്തെ രംഗത്തിൽ തന്നെ ഇവര് രണ്ടുപേരും അവരുടേതായ വഴിയിൽ അവർ കറക്റ്റ് ആണെന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിലാണ് അവരുടെ ജേർണി തുടങ്ങുന്നത്. രണ്ടുപേരും തെറ്റുകാരല്ലോ, തെറ്റൊന്നും നമ്മളിപ്പോ പറയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞ ഈ ക്യാരക്ടർ വൈസാ പറയുന്നത്, കഥാപരമായിട്ടുള്ളതല്ല. മിയ ഈ സിനിമയിൽ ഇപ്പം ബിജു മേനോന്റെ ഭാര്യയുടെ കഥാപാത്രമാണ് ചെയ്യുന്നത്. ഞാൻ കൂടുതൽ അതിലേക്ക് കഥാപാത്രത്തിൽ വരുന്നില്ല. പക്ഷെ മിയയുടെ ഒരു ഇൻസിഡന്റിൽ നിന്നൊക്കെയാണ് ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സംഭവം, കഥയുടെ മുന്നോട്ട് പോകുന്നതും ഒക്കെ. പൊതുവെ എങ്ങനെയാണ് ലൈക്ക് ഇൻവെസ്റ്റിഗേഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മിയ? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാനും ഇങ്ങനെ പടം കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും അവര് കണ്ടുപിടിച്ച് കുറ്റവാളിയെ കാണിച്ചു തരുന്നതിന് മുമ്പേ എനിക്ക് കണ്ടുപിടിക്കണം എന്നുള്ള വാശിയിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ഇവരോടൊന്നും എൻഡിലൊക്കെ സംഭവങ്ങൾ ഇല്ല പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ഡേ നമ്മൾ തിയേറ്ററിൽ പോയി എല്ലാ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കണ്ടപ്പോ തന്നെയാണ് ഞങ്ങള് പറയുന്നത് ഇതാരാണെന്ന്. കാരണം അത്രയും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇത് എങ്ങനെയാണ്, ഇത് ആരാണ്. ക്ലൈമാക്സിൽ ഡബ് ചെയ്യാനെങ്കിലും സത്യം നമുക്ക് ഡബ് ചെയ്യാനും ഇല്ലാത്ത ആ സീനിലൊന്നും നമ്മുടെ ഇത്. അത് കാരണം അങ്ങനെ അറിയില്ലായിരുന്നു. എല്ലാ ഓഡിയൻസും തിയേറ്ററിൽ ഇരുന്ന് കണ്ടറിഞ്ഞപ്പോ തന്നെയാണ് ഞാനും ഇതിന്റെ കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഈ ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കാൻ തോന്നിയില്ല. എൻ്റെ ലാസ്റ്റ് ഇയർ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട്, ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്കൊരു കോള് വരുന്നത്. ഇന്ന പോലെ ജിസ്റ്റേട്ടൻ്റെ കോളായിരുന്നു. ഇന്ന പോലെ സിനിമ, ബിജു ചേട്ടൻ, ഇന്ന പോലെ ആസിഫ് അലി, ബിജു ചേട്ടൻ ഇങ്ങനെ ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം പറഞ്ഞപ്പോഴേ ഓക്കെ. അപ്പൊ ചെറിയൊരു ഐഡിയയും പറഞ്ഞു എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ബാക്കി എനിക്ക് സ്ക്രിപ്റ്റ് വേണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഫുൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ സീൻ എന്തൊക്കെയാണെന്ന് പറയണമെന്നൊന്നും പറയാൻ പോയില്ല. കാരണം ഞാൻ ഞാൻ അതിന്റെ ഇന്നാണ്, ഞാൻ അപ്പോഴേ ഞാൻ ജോയിൻ ചെയ്തു. കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു. ഇടയ്ക്ക് പോയി ചോദിക്കായിരുന്നു, ലൈക്ക് ആരാണ് ഇത് ചെയ്തത്, എന്തിലേക്കാണ് ഇത് ലീഡ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളൊരു. അത് ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലിന്ന് ഞങ്ങളുടെ 85 വയസ്സായിട്ടുള്ള ഗ്രാൻഡ് മദർ വരെ അല്ലല്ല തിയേറ്ററിൽ ഞങ്ങൾ അങ്ങനെ പോയി, ഫുൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ പോയി. അപ്പോ അങ്ങനെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, അമ്മച്ചി സിനിമ ഇഷ്ടായോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അമ്മച്ചി പറയാ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നീയാണോ അതോ മറ്റേ ആളാണോ എന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ 85 വയസ്സുള്ള കുറെ വർഷങ്ങളായിട്ട് തിയേറ്ററിൽ കാണാത്ത അമ്മച്ചിയാ. കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്കും അങ്ങനെ, നമ്മളെപ്പോഴും പ്രേക്ഷകൻ എപ്പോഴും എങ്ങനെയാണല്ലോ, ലൈക്ക് അവരെക്കാളും മുമ്പ് അവിടെയാണ്. എനിക്കൊന്ന് എല്ലാവരെയും സംശയിക്കും, എല്ലാവരിലേക്കും എല്ലാവർക്കും ഒരു ഗ്രേ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അവരുടേതായ റീസൺസ് കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇന്റർവെലിനൊക്കെ ആൾക്കാർ ഇരുന്നിട്ട് മറ്റേ വഴക്ക്, ഒരു ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഉറപ്പ് അത് നോക്കിക്കോ, കണ്ടതാ കോട്ടയത്ത് വിസിറ്റ്. അല്ല, അതൊരു നല്ലൊരു കാഴ്ചയാണ്. തമ്മിൽ മലയാളി പ്രേക്ഷകർക്കുള്ള ഒരു പ്രത്യേകതയാണല്ലോ, നമുക്കൊരു നല്ല സിനിമയാണെന്ന് അറിഞ്ഞാൽ അത് ഏത് ജോണറാണെന്നൊന്നും നമുക്കില്ല. നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാര്യം നമ്മുടെ എല്ലാ ആഘോഷങ്ങളുടെയും ഭാഗമാണ് സിനിമ തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളത്. അപ്പൊ അത് ശരിക്കും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ സിനിമ ഇറങ്ങി വളരെ ലിമിറ്റഡ് സ്ക്രീൻസിലാണ് ഈ സിനിമ കേരളത്തിൽ റിലീസായത്. നമുക്ക് മഴ, ഇപ്പൊ ഇന്ന് ഞങ്ങൾ എത്താനുള്ള കാരണം തന്നെ, ലേറ്റ് ആവാനുള്ള കാരണം തന്നെ മഴയാണ്. ഇപ്പം ദുബായിൽ പെയ്താലും കേരളത്തിൽ പെയ്താലും മലയാളികൾ ഒരുപോലെ അനുഭവിക്കുന്ന പ്രശ്നമാണ് മഴ. ഇവിടെ മഴയൊക്കെ മാറി ഒന്ന് ചൂട് ആയി തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ ഒരു വലിയ കൺസേൺ ആയിരുന്നു. കാര്യം സിനിമയ്ക്ക് ആദ്യത്തെ ദിവസം തന്നെ, ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള മൗത്ത് പബ്ലിസിറ്റിയിലേക്ക് കയറി. പക്ഷെ മഴയും അതുപോലെ തന്നെ വരുന്നു പല സ്ഥലം. ഇപ്പൊ കൊച്ചിയിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരു ഹാഫ് ഡേ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടുണ്ടാവുന്ന ഒരു അവസ്ഥ. അപ്പൊ അത് ഒന്നും പ്രശ്നമല്ലാതെ ആളുകൾ തിയേറ്ററിലേക്ക് വന്ന് സിനിമ കാണുന്നു. ഇപ്പൊ ഞങ്ങള് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന പോലെ ബുക്കിംഗ് ആപ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ ദിവസമാണല്ലോ സത്യം, ഇന്നും നാളെയാണല്ലോ. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇതെല്ലാം ഉണ്ട്. ഇവിടെയും അതുപോലെ തന്നെയാണ്, എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന, നിങ്ങളെ കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരും എല്ലാവരും തന്നെ ഇന്ന് വൈകുന്നേരത്തെ സ്ക്രീനിങ്ങിന് വേണ്ടി എത്തുന്നുണ്ട്. പക്ഷേ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സമയം കുറവാണെന്നറിയാം, പക്ഷെ എന്നാൽ പോലും യാത്ര ചെയ്ത് വന്നതിന്റെ ടയർഡ്നെസ് ഉണ്ടെന്നറിയാം. ഒരു സിനിമയുടെ തിരക്കഥ എന്ന് പറയുന്നത് ഇപ്പൊ ഇത്തരത്തിലുള്ള സിനിമയുടെ ഒരു പുതിയ രണ്ടുപേരാണെന്നാണ് എന്റെ വിശ്വാസം. രണ്ടുപേര്, അപ്പൊ അവരുടെ രണ്ടുപേരുടെയും ഒരു എക്സ്പ്ലനേഷൻ എത്രത്തോളം ജിസ് ജോയ്ക്ക് തുടക്കത്തിൽ തന്നെ അത് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതിന്റെ പറഞ്ഞില്ല, ഒരു സോൾ ഉണ്ട്. ഇത് ഓരോ സമയത്തും ചില കാര്യങ്ങൾ അൺവീൽ ആവുന്നുണ്ട് പ്രോപ്പറായിട്ട്. പിന്നെ അതും പിന്നെ ഈ കഴിഞ്ഞ 5 പടങ്ങൾ ഞാൻ എഴുതിയതിന്റെ ഒരു ബലത്തിലും കൂടെ നമുക്ക് അത് ഒരുമിച്ച് പ്രോബ്ലംസ് ഒരുമിച്ച് റെക്ടിഫൈ ചെയ്യാം എന്ന് പറയുന്ന ഒരു സ്കീമായിരുന്നു. അതുകൊണ്ട് ഡയലോഗ്സ് ഞാൻ ഏറ്റെടുത്തു. ഈ പറയുന്ന ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഈവൻ ഒരു കാര്യം തലേദിവസം രാത്രി തോന്നിയാൽ പോലും ഷൂട്ടിന്റെ അന്ന് എനിക്കത് മാറ്റി എഴുതാനുള്ള ഒരു സ്വാതന്ത്ര്യം. ഡയലോഗ്സ് റിയലി ഗുഡ്. 1-2 ഇൻസിഡൻസിലൊക്കെ ഭയങ്കര നല്ല രസമാണ്. ലൈക്ക് നമ്മൾ ചെറിയ കാര്യങ്ങളിൽ ഒരുപാട് പവർ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ. ആസിഫ്, ബിജുനോടായിട്ടുള്ള ഒരു കെമിസ്ട്രി നിങ്ങൾ തമ്മിൽ ഭയങ്കര ഇതാണ്. അത് നിങ്ങൾ ഒരു ഹ്യൂമർ ലൈറ്റർ സിറ്റുവേഷൻ സ്ക്രീനിൽ കൊണ്ടുവരുമ്പോഴാണെങ്കിലും തമ്മിലാണെങ്കിലും ഇത്തരത്തിലുള്ള സിനിമകളാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിലൊരു കലിപ്പുണ്ടെങ്കിലും നമുക്ക് ഉള്ളിലൊരു ഇഷ്ടമുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരു സ്ക്രീൻ സ്പേസ് ആൻഡ് വൺ സീൻ ഐ ഷുഡ് സേ, ബീച്ചറിന് ഇങ്ങനെ ഈ പറയുന്നത് പോലെ ഒരു അവസരത്തിൽ ഇങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആസിഫിന്റെ ക്യാരക്ടറാണ് ജീപ്പിനകത്തോട്ട് ഇങ്ങനെ കൊണ്ട്, അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു കോണ്ടാക്ട് നമുക്കറിയാമല്ലോ. നമ്മൾ എത്ര ഈഗോ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നാൽ പോലും ഒരാൾ കറക്റ്റായിട്ട് അയാൾ ഇത്തരത്തിലൊന്ന് ചെയ്യുന്നതാണോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ, നല്ലതായിരുന്നു. ആൻഡ് സിനിമ ഈ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഒക്കെ ഉള്ള ഒരു സമയമാണ്. ഒരു മോശം റിവ്യൂ വന്നു കഴിഞ്ഞാൽ പോലും ഒരു സിനിമയെ ബാധിക്കുന്ന ഒരു സമയത്ത് എല്ലാവരും നല്ല റിവ്യൂ പറയുമ്പോൾ മഴ നമുക്കൊരു വിലങ്ങടിയാവാതിരിക്കട്ടെ, നല്ല കാലാവസ്ഥയായിരിക്കട്ടെ, വരും ദിവസങ്ങളിലൊക്കെ അടിപൊളിയായിട്ട് കളക്ട് ചെയ്യാനായിട്ട് സിനിമയ്ക്ക് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ കണ്ടപ്പോഴും അല്ലു അർജുന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. എനിക്കിത് അവരോട് പറയാൻ സൗകര്യമില്ല.
പക്ഷേ ഐ ഷുഡ് സേ ലൈക്ക് അത് യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. വേണമെങ്കിൽ അത് വേണ്ട എന്ന് ജിസിന് വെക്കാൻ പറ്റും. പക്ഷേ ഞാൻ തലവൻ കണ്ടു തുടങ്ങിയപ്പോൾ ആദ്യം അല്ലു അർജുൻ ഫാൻസ് അസോസിയേഷൻ പിന്നെന്ത് വേണം, വലിയൊരു സപ്പോർട്ട് ഉള്ളതല്ലേ. സോ ഡെഫിനറ്റ്ലി അതും മുന്നോട്ട് പോകട്ടെ. ദാറ്റ് ഡിസിഷൻ ഇസ് റിയലി ഗുഡ്. അത് ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ വേണമെങ്കിൽ അതില്ലാന്നുണ്ടെങ്കിലും ആ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ ഡെഫിനറ്റ്ലി ഗ്രേറ്റ് ഗോയിങ്. ആൻഡ് വരുന്ന സിനിമകൾക്കൊക്കെ ഓൾ ദി ബെസ്റ്റ്. ഇപ്പോൾ വലിയൊരു ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് റിക്കവർ ചെയ്തിരിക്കുകയാണ് ആസിഫ്. ഗെറ്റ് വെൽ സൂൺ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യു മിയ. താങ്ക് യു സോ മച്ച്. അപ്പോൾ തലവൻ ടീം എല്ലാവരും ഇന്ന് നിങ്ങളെ കാണാൻ വേണ്ടി എത്തുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഉടനെ തന്നെ നമ്മൾ പറയാം. സ്റ്റേ ട്യൂൺഡ് 96.7 FM. ഇത് കൂടാതെ 3 പേരും കൂടെ നമ്മളെ കാത്തിരിപ്പുണ്ട്. ആ 3 ആർട്ടിസ്റ്റുകളുടെ വിശേഷങ്ങൾ കൂടെ നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു. Okay.